സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിജിലൻസ് പ്രതിയെടുത്ത സഹകരണ ബാങ്ക് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. പറവൂർ സഹകരണ ബാങ്കിൽ സാമ്പത്തിക തട്ടിപ്പിൽ വിജിലൻസ് പ്രതിയെടുത്ത സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കിന്റെ പ്രധാന ബ്രാഞ്ചിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുതരമായിട്ടുള്ള അഴിമതിയും ക്രമക്കേടും പാർട്ടിയുടെ സംരക്ഷണയിൽ മൂടിവെക്കുന്നതിനും കുറ്റക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനും രക്ഷപ്പെടുത്താനുമുള്ള നടപടികൾക്കെതിരായിട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള തുടർ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപും മാസങ്ങൾക്ക് മുമ്പ് ഈ ബാങ്കിന്റെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ട്. സാധാരണക്കാരും പാവപ്പെട്ടവരും ആശ്രയിക്കുന്ന സഹകരണ സംഘങ്ങൾ, ആ സംഘങ്ങളിലെ പണം മുൻ MP KP ധനപാലൻ, DCC ജനറൽ സെക്രട്ടറി കൊച്ചുദേശ ജോയ്, MS റജി, ഡെന്നി തോമസ്, ബീന ശശിധരൻ, MJ രാജു, രമേശ് T കുറുപ്പ്, N മോഹനൻ, പ്രദീപ് തോപ്പിൽ, D രാജ്കുമാർ, അനു വട്ടത്തറ, രവി ചെട്ടിയാർ, KR പ്രതാപൻ, ജോസ് മളിയക്കൽ, പൗലോസ് വടക്കഞ്ചേരി, ജഹാംഗീർ തോപ്പിൽ, പ്രിൻസൻ തോമസ്, VH ജമാൽ, സോമൻ മാധവൻ, അബ്ദുൽ സലാം, ശ്യാമള ഗോവിന്ദൻ, PD സുകുമാരി, ലിജി ലൈഘോഷ്, ബിൻസി സോളമൻ, സീന സജീവ്, KP അനിൽ, CK ഗോപാലകൃഷ്ണൻ, നടരാജൻ, കണ്ണൻ ഭാർഗവൻ തുടങ്ങിയവർ സംസാരിച്ചു. ആ വക്കീലുമായി ഒത്തുകളിച്ച നടപടി വിവാദത്തിലായി. ഇൻകം ടാക്സിന്റെ അഴിമതി മൂടിവെക്കാൻ, അതിന് പണം കൊടുക്കാൻ, ആ പണം കൊടുത്തതിലെ ക്രമവിരുദ്ധമായ നടപടികൾ, അതിന്റെ സുതാര്യതയില്ലായ്മ, ഇതെല്ലാം പലവട്ടം കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. പിന്നീടാണ് നമ്മൾ വിജിലൻസില് പരാതി പോകുന്നതും താലൂക്ക് ബാങ്കിലെ അഴിമതികൾ ഒന്നൊന്നായി പുറത്തു വരുന്നതും. ആ പുറത്തു വരുന്നതിനെതിരെ CPM കോൺഗ്രസിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ പറവൂരിൽ സംഘടിപ്പിക്കുകയുണ്ടായി. പക്ഷെ കോൺഗ്രസ് എന്നും ആ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയുന്നത് രേഖാമൂലമുള്ള കടലാസുകൾ ഉപയോഗിച്ചിട്ടും വിവരാവകാശം ഉപയോഗിച്ചിട്ടുമാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ.